ഹായ് എവരിവൺ, എൻ്റെ പേര് മമത. അപ്പോൾ ഇന്നെൻ്റെ പുതിയ വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ എൻ്റെ ഡെയിലി ചെയ്യുന്ന ചെറിയൊരു മേക്കപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ടോണർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു സിറം, നയാസിനമേൻ്റെ ഒരു സിറം അപ്ലൈ ചെയ്തു. ദെൻ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സൺസ്ക്രീനും അപ്ലൈ ചെയ്തു. അപ്പം ഒരു 4 സ്റ്റെപ്പ് സിമ്പിൾ സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഒരു ലിപ് ബാം യൂസ് ചെയ്തു. ഇതെനിക്കൊന്ന് അക്വാലോജിക്കയുടെ ലിപ് ബാമാണ്. അത് കഴിഞ്ഞ് ഞാൻ മേക്കപ്പിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഐബ്രോ ഞാനൊന്ന് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത് ഇൻസൈറ്റിൻ്റെ ടാറ്റു, ഐബ്രോ ടാറ്റു, അതിങ്ങനൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എൻ്റെ നമ്മളിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കണം, അതങ്ങനെ തന്നെ ഇരുന്നോളും, നല്ല സ്റ്റഡി ആയിട്ട്, അങ്ങനെ നീങ്ങിപ്പോത്തൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഐ ഷാഡോ ഇട്ടു. ഐ ഷാഡോയ്ക്ക് ഞാനൊരു ടിൻ്റാണ് എടുത്തത്. ഇത് മാർസിൻ്റെ ഒരു ടിൻ്റാണ്. അപ്പോൾ അത് ഞാൻ ഐബ്രോയിൽ രണ്ടും അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സെയിം തന്നെയാണ് എൻ്റെ ബ്ലഷായിട്ടും യൂസ് ചെയ്ത്. അപ്പം ഞാൻ 2 കവളിലും നന്നായി വാരിപ്പൊത്തിയിട്ടുണ്ട്. എന്നിട്ടത് നന്നായി അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ മൂക്കിലും ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം 2 കവളിലും മൂക്കിലും നന്നായിട്ട് ഞാൻ അങ്ങോട്ട് ചുമക്കട്ടെ എന്ന് കരുതി ഞാൻ ആ ടിൻ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് 2 തേച്ച് പിടിപ്പിച്ചു. കുറച്ചിൻ്റെ താടിയിൽ തേച്ച് കൊടുത്തു, എല്ലായിടും ചുമക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഹൈലൈറ്ററാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഒരു ഹൈലൈറ്ററാണ്. അടുത്ത ഹൈലൈറ്റർ തന്നെ. അപ്പം അത് എൻവൈബയുടെ ഹൈലൈറ്ററാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹൈ പോയിൻറ്റ്സിലെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ചീക്ക് ബോണിലും പിന്നെ എൻ്റെ മൂക്കിലും എൻ്റെ ഫോർഹെഡിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തേക്കുമ്പോൾ നന്നായിട്ടൊരു തിളക്കം വരും, മുഖത്തിന് മൊത്തം ഒരു തിളക്കം വരും. എൻ്റെ കണ്ണിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. മറ്റേ ടിൻ്റെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു തിളക്കം വരാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കണ്ണിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർഹെഡിൽ ചിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടും തിളങ്ങട്ടേന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കണ്ണെഴുതാണ് കാജൽ വെച്ച്. എനിക്കൊന്നത് ഫേസസ് കാനഡയുടെ കാജലാണ്. അപ്പം ഞാൻ ടൈറ്റ് ലൈൻ ചെയ്തു, വാട്ടർ ലൈനിലും എഴുതിയിട്ട് സെയിം കാജലുകൊണ്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിലും ജസ്റ്റ് റഫായിട്ടൊന്ന് വരയ്ക്കുകയാണ്. എന്നിട്ട് ബ്രഷ് എടുത്ത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ അത് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. ഒരു ഐലൈനറൊന്നും എഴുതാതെ കാജൽ വെച്ച് തന്നെ ഒരു ബ്ലാക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി അത് ഞാൻ സ്മഡ്ജ് ചെയ്യുമ്പോൾ ഐ ഷാഡോയുടെ ഒരു ബ്രൗൺ കളർ ഐ ഷാഡോയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 2 കണ്ണിലും നന്നായി സ്മഡ്ജ് ചെയ്തു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് എൻ്റെ ലിപ്പ് ലൈൻ ചെയ്യാണ്. ഈ ലിപ്പ് ലൈനർ ഐ തിങ്ക് സിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണെന്ന് തോന്നുന്നു. അത് വെച്ച് ഞാൻ ലിപ്പ് ലൈൻ ചെയ്തിട്ട് പിന്നെ എൻ്റെ ലിപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ആണ്. അതിനുശേഷം ഞാൻ മേബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ആ ലിപ്സ്റ്റിക്ക് എൻ്റെ ലിപ്പിൽ ഒരു ഒറ്റ ലെയർ അപ്ലൈ ആണ്. അതും ഇട്ട് കഴിഞ്ഞിട്ടു. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് ഒരുവിധം കംപ്ലീറ്റായി. പിന്നെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടുകയാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഞാൻ ഒരു പോണിറ്റെയിൽ, ഒരു സിമ്പിൾ പോണിറ്റെയിലാണ് കെട്ടിയിരിക്കുന്നത്. ഒരു ചെറിയ ബാങ്ക്സൊക്കെ ഞാൻ തന്നെ വെട്ടിക്കുട്ടിയിട്ട് 2 സൈഡിലും ചെറിയ ബാങ്ക്സൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആക്സസറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സിമ്പിൾ ഒരു ഇയറിംഗ് ആണ്. ഇത് ഇവിടുത്തെ നോർമൽ സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇത് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നന്നായി പോകും. അപ്പം ഞാൻ ഇയറിംഗ് ഇട്ടു. നെക്സ്റ്റ് ഞാനൊരു പൊട്ട് വെച്ചു. ആദ്യം ഞാൻ സ്റ്റിക്കർ പൊട്ട് എടുത്തു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഐലൈനർ വെച്ചൊരു മിനി ഹാർട്ട് കൊടുത്തു. മിനി ഹാർട്ടായില്ലേ, ആയിട്ടുണ്ട്, മിനി ഹാർട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയുള്ളൂ. അപ്പം എൻ്റെ ലുക്ക് കംപ്ലീറ്റായി, ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സിമ്പിൾ എവരിഡേ മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഞാനൊരു ചെറിയ ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിലിട്ടു. ഇത് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ്, ഒരു ഈവിളായുള്ള, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം ഞാനൊരു ബ്രേസ്ലെറ്റും ഇട്ടു. അങ്ങനെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കി. അപ്പം ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പം ഇതൊരു ഡ്രസ്സാണ്, ഇതൊരു ഫീഡിങ്
ഡ്രസ്സാണ് കേട്ടോ. ഇതിനകത്ത് 2 സൈഡിലും ഫീലിംഗ് സിബൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കൊത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.